മത്സരിക്കാൻ വേണ്ടി റഹ്മാനായ റബ്ബ് പരിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ചു പറഞ്ഞ രണ്ടു കാര്യങ്ങളാണുള്ളത്. ഒന്ന് മഗ്ഫിറത്താണ്, മറ്റൊന്ന് സ്വർഗമാണ്, പാപമോചനം. നാം പാപങ്ങൾ ചെയ്യാത്തവരാണെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? മഗ്ഫിറത്ത് ആവശ്യമില്ലാത്തവരാണെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ പാപങ്ങൾ പൊറുക്കപ്പെട്ട മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, നാം എന്തൊക്കെ വിശ്വസിക്കുന്നുണ്ടോ ആ വിശ്വാസത്തിന് മാതൃകയായ പ്രവാചകൻ, നാം എന്തൊക്കെ ഇബാദത്ത് ചെയ്യുന്നുണ്ടോ ആ ഇബാദത്തുകളൊക്കെ നമുക്ക് കാണിച്ചു തന്ന പ്രവാചകൻ, നാം എന്തൊക്കെ ദിക്റുകൾ ചൊല്ലുന്നുണ്ടോ ആ ദിക്റുകളൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്ന പ്രവാചകൻ, നാം എന്തൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടോ ആ പ്രാർത്ഥനയുടെ അൽഫാലുകൾ നമുക്ക് പഠിപ്പിച്ചു തന്ന മഹാനായ പ്രവാചകൻ പോലും പറയുന്നത് ഇന്നഹു ലയുഗാനു അലാ ഖൽബി വ ഇന്നി ലഅസ്തഗ്ഫിറുല്ലാഹ ഫിൽ യൗമി 100 മറ. ചില സന്ദർഭങ്ങളിൽ ഞാൻ ദിക്ർ വിട്ടുപോകുന്നു, അതുകൊണ്ട് തന്നെ 100 തവണ റഹ്മാനായ റബ്ബിനോട് ഓരോ ദിവസവും ഞാൻ ഇസ്തിഗ്ഫാറിനെ തേടുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും നിങ്ങളും എത്രമാത്രം മഗ്ഫിറത്തിനെ തേടണം. അതുകൊണ്ട് സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹാ കഅർദിസ് സമാഇ വൽ അർദ്. ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗ്ഗലോകത്തിന് വേണ്ടിയും റഹ്മാനായ റബ്ബിന്റെ മഗ്ഫിറത്തിന് വേണ്ടിയും മത്സരിച്ചു മുന്നേറുക.